എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അർഹിച്ച പരിഗണന വേണമെന്ന നിയമസഭാ സമിതിയുടെ ശുപാർശ അതിപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 8 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്വകാര്യ മാനേജ്മെന്റുകളുടെ ഭീഷണിയാണ്. ആ ഭീഷണിക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ 7140 എയ്ഡഡ് സ്കൂളുകളിലായി 97,524 അധ്യാപകരും അനധ്യാപകരുമുണ്ടെന്നാണ് 2017 യുവജനക്ഷേമ നിയമസഭാ സമിതി നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഇതിൽ പട്ടികജാതിക്കാരായുള്ളത് 378 പേർ മാത്രം. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വെറും 75 പേരും. ഇതിൽ എയ്ഡഡ് മേഖലയിൽ അധ്യാപകന ജോലിയിൽ 161 ദളിതരും 43 പേർ ആദിവാസികളുമാണ്. ഓരോ വർഷവും നിരവധി നിയമനങ്ങൾ നടക്കുന്ന മേഖലയിൽ പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിന് മാത്രം പുരോഗതി ഉണ്ടാകാറില്ല. 11,480 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നെടുത്താണ് എയ്ഡഡ് അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം നൽകുന്നത്. കോടികളുടെ കോഴപ്പണത്തിൽ കെട്ടിപ്പൊക്കിയ എയ്ഡഡ് സ്ഥാപനങ്ങളെ തൊടാൻ സർക്കാരിന് കഴിയുന്നില്ല. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ സമിതി 6 ശുപാർശകൾ മുന്നോട്ട് വച്ചിരുന്നു. നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അർഹിച്ച പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നുമായിരുന്നു ശുപാർശകൾ. കേരളത്തിലെ പല കാലങ്ങളിൽ വന്നിട്ടുള്ള കമ്മീഷനുകളുണ്ട്, എഡ്യൂക്കേഷൻ കമ്മീഷനുകൾ. അതായത് സർക്കാർ തന്നെ നിയമിക്കുന്ന ഒരുപാട്, ഇപ്പോൾ അനന്തമൂർത്തി കമ്മീഷൻ അതുപോലുള്ള ഒരുപാട് കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം PSCക്ക് വിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു മെഷീനറി അത് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.